മക്കളെ ഈ ഒക്ടോബർ 15 സൂപ്പർ നോട്ട്സ് കമ്പനി ബോർഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ 5ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. 5ാമത്തെ ബാച്ച്. അപ്പോൾ ആ ബാച്ചിന്റെ അനൗൺസ്മെന്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പെട്ടെന്ന് കുട്ടികൾ ഞങ്ങളിലേക്ക് വരുന്നു. അവർ ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അവരെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5ാമത്തെ ബാച്ച് ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ ലോങ് ടേം ബാച്ച് നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ബാച്ചിന്റെ ഡീറ്റെയിൽസിലേക്ക്? അതായത് നമ്മൾ 4 ബാച്ചുകൾ കഴിഞ്ഞ് 5ാമത്തെ ബാച്ചിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, അതായത് കമ്പനി ബോർഡ് പഠിക്കുന്ന കുട്ടികളുടെ സ്ട്രെങ്ത് അല്ല, എനിക്ക് അവിടെ ഒരു കാര്യം ഒന്ന് അഡ്രസ് ചെയ്യണം. മക്കളെ, സൂപ്പർ നോട്ട്സിൽ ഒരു ബാച്ചിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 250 പേരാണ്. അതായത് നിങ്ങൾ ബാക്കി ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്താൽ ചിലപ്പോൾ 1000 ആയിരിക്കും, 2000 ആയിരിക്കും, 5000 ആയിരിക്കും, മേ ബി ചിലപ്പോൾ 10000 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോകത്തില്ല. കാര്യം നമുക്ക് ഓരോ കുട്ടിയും വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ബാച്ചിനകത്ത് മാക്സിമം ആൾക്കാരെ കയറ്റാം. പക്ഷെ നമ്മൾ അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, നമുക്ക് അവർക്ക് മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് അവർ പഠിക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റത്തില്ല. ചുമ്മാ കുറെ ക്ലാസ് അങ്ങ് പോകുന്നു, ഓക്കെ, എന്തെങ്കിലും നോട്ട്സ് അങ്ങ് പോകുന്നു, അടിപൊളി പരിപാടി ചേർന്നു. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് നമുക്കൊരു മെന്റർഷിപ്പോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സെഷൻ കൊടുക്കാനോ അവരുമായിട്ട് ചേർത്ത് നിൽക്കാനോ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ബാച്ചിനകത്ത് 250 പേര് മാത്രമേ നമ്മുടെ ഒരു ബാച്ചിനകത്ത് ജോയിൻ ചെയ്യത്തുള്ളൂ. അത് ആദ്യമേ അത് ഇപ്പം തന്നെ അത് പറയാം. നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുക? അതായത് 250 പേരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും കൺസേൺസിനെ കൃത്യമായിട്ട് കേൾക്കേണ്ടതുണ്ട്. മക്കളെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ കേൾക്കാൻ ഒരു മെന്റർ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓരോ 3 ദിവസം കൂടുന്തോറും ഗൂഗിൾ മീറ്റിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് അവിടെ ഒരാളുണ്ടാവും. ഓരോ ബാച്ചിലെയും, അതായത് ഈ ഓരോ കുട്ടിയുടെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ പഠിക്കാൻ മുന്നോട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ ക്ലിയർ ചെയ്യാൻ, ഏതൊക്കെ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ സ്ട്രാറ്റജീസ് ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും എന്നുള്ളതാണ് ഈ ബാച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണറുണ്ട്. എല്ലാ മൺഡേയ്സിലും വൈകുന്നേരം 6 മണിക്ക് അമൽ സാറിന്റെയും ഞങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ. അതായത് ഒരിക്കലും നിങ്ങൾ വീണ് പോകാനായിട്ട് പാടില്ല. സൂപ്പർ നോട്ട്സിന്റെ ഒരു കുട്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല, പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കട്ടയ്ക്ക് കൂടുണ്ടാവും. അതായത് ഏറ്റവും വലിയ ഈ ഒരു ബാച്ചിന്റെ ഫീച്ചർ അതാണ്. അതായത് നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നു. അതായത് സൂപ്പർ നോട്ട്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 1 വർഷം ആവാൻ പോവുകയാണ്. ഈ 14-ാം തീയതി 1 ഇയർ ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് PS ബാച്ച്, സെക്രട്ടറി ടെസ്റ്റിന്റെ ബാച്ച് 500 പേരാണ് ഞങ്ങളിൽ നിന്ന് എക്സാം എഴുതാനായിട്ട് പോയത്. അപ്പോൾ 500 പേര് എക്സാം എഴുതാനായിട്ട് പോയപ്പോൾ ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 200+ റിസൾട്ട് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കാര്യം അത്രയും എഫേർട്ട് നമ്മൾ അതിനകത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിനകത്ത് ആ ഒരു ബാച്ചിനകത്ത് അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷ എഴുതാനായിട്ട് 10000 പേര് പോയിട്ടില്ല, ചിലപ്പോൾ 15000 പേര് പോയിട്ടില്ല, 5000 പേര് പോയിട്ടില്ല, വെറും 500 പേര്. അപ്പോൾ അവരിൽ നമ്മളിപ്പോൾ ഓരോ സ്റ്റുഡൻസിനെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് 150+ അല്ലെങ്കിൽ 200+ റിസൾട്ട് നമുക്ക് അതിനകത്ത് ഗ്യാരണ്ടി ആണ്. കാര്യം അത്രയും നന്നായിട്ട് നമ്മൾ അവരെ സെർവ് ചെയ്യും. അപ്പോൾ അതേപോലെയാണ് കമ്പനി ബോർഡ് ടെസ്റ്റിന്റെ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലെന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്നല്ല പറഞ്ഞത്, എവല്യൂഷന് സമയം എടുക്കും. ഇപ്പോൾ നോട്ട്സ് ബെറ്റർമെന്റിലേക്ക് വരാം, ക്ലാസ് ബെറ്റർമെന്റിലേക്ക് വരാം, ക്വസ്റ്റ്യൻസ് ബെറ്റർമെന്റിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള അടിപൊളി നോട്ട്സ്. ഇപ്പോൾ നോട്ട്സിന്റെ പ്രത്യേകത പറയുമ്പോൾ മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു ക്ലാസ് ഒരു തവണ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? നിങ്ങൾ ഒരു ക്ലാസ് ഒന്നിൽ കൂടുതൽ തവണ കാണാറുണ്ടോ? ഇല്ല, ഒരു തവണ ക്ലാസ് കാണാം. പക്ഷെ എപ്പോഴും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? നോട്ട്സ് ആയിരിക്കും. ആ നോട്ട്സ് വീണ്ടും വായിച്ച് നിങ്ങൾ ആ ടോപ്പിക്ക് മൊത്തം ഇങ്ങനെ മനസ്സിലാക്കാം. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു പ്രോപ്പറായിട്ട് ഒരു നോട്ടിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു ക്ലാസ് എടുത്ത PPT ആണ് നിങ്ങൾക്ക് നോട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? മാത്രമല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മളെ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആവേശവും ബാക്കിയെല്ലായിരിക്കും, എനിക്ക് പഠിക്കണം, ബാക്കിയില്ല. പക്ഷേ മനുഷ്യരാണ്. 2 ദിവസം കഴിയുമ്പോൾ ആവേശം കുറയും, ഒരാഴ്ച കഴിയുമ്പോൾ ആവേശം കുറയും, പതുക്കെ പഠിത്തത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് വിട്ടങ്ങ് മാറും. അപ്പോൾ അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് എടാ ഇത് പഠിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അങ്ങനെ ചോദിക്കാൻ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തം എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എഫേർട്ടിന്റെ പകുതി എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ. അപ്പോൾ ആ തരത്തിലാണ് സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ചസ് എല്ലാം തന്നെ ഇപ്പോൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രി ബാച്ച്. കാര്യം ഡിഗ്രി ബാച്ച് ഒരു പ്രീമിയം ബാച്ചാണ്, 5000 രൂപ കോഴ്സ് ഫീ ഉള്ളൊരു ബാച്ചാണ്. അപ്പോൾ അതിനകത്താവുമ്പോൾ നിങ്ങൾ ആ എമൗണ്ട് നമുക്ക് തരുമ്പോൾ
അതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റണം. നിങ്ങളുടെ ഓരോ രൂപയ്ക്കും ഒരു വില കൊടുക്കാനായിട്ട് പറ്റണം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റിസൾട്ട് വരുമ്പോൾ 4000 പേരുടെ അഡ്വൈസ് പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 4000 പേര് വരുമ്പോൾ അതിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് 4000 പേരും സൂപ്പർ നോട്ട്സിന്റെ പിള്ളേരായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ബാച്ചും ഡിസൈൻ ചെയ്ത് പോകുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഓരോരോ പുതുക്കലുകളാണ് ഇല്ലേ? നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളിൽ നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ കൃത്യമായിട്ട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ കാണുന്ന നമ്മുടെ നോട്ടിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ 50 ടോപ്പിക്സ് ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ 7 ദിവസത്തെ നോട്ട് വന്നിട്ടുണ്ട്. ഓരോ നോട്ടും നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. ആദ്യം ഒരു ഇൻഡെക്സ് കാണും, അതിനുശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് കാണും. ആ നോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾക്ക് റിവിഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു പ്രത്യേകതയാണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. അതിനുശേഷം ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഒരു നോട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് SCERT ആയിക്കോട്ടെ, NCERT ആയിക്കോട്ടെ, ഗവൺമെന്റ് വെബ്സൈറ്റ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ നോട്ടിനെ പറ്റിയുള്ള ഒരു സമ്മറി അവിടെ കാണും. അതിനുശേഷം UPSC ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ, PYQ ചോദ്യങ്ങൾ. എന്തുകൊണ്ട് UPSC ചോദ്യങ്ങൾ? സാർ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ 13 പ്രിലിമിനറി എക്സാം നടന്നു. ഈ 13 പ്രിലിംസും ഒന്ന് പരിശോധിച്ചാൽ UPSC മോഡലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ കുട്ടികൾ ഇത് പഠിക്കാതെ പഴയതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലും ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ നേടിയെടുക്കാൻ കഴിയില്ല. പ്രിലിംസ് ക്ലിയർ ചെയ്താലും മെയിൻസിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ആവില്ല. അത് നിങ്ങളിൽ തന്നെ പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് UPSC ലെവലുള്ള മെറ്റീരിയലുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഒരു 10 പ്രാക്ടീസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നോട്ട് വായിച്ച് കഴിയുമ്പോഴത്തേക്കും റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റണം. ഇത് നിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു നിങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് സൂപ്പർ നോട്ട്സിന്റെ ആദർശം മാത്രമല്ല, കുട്ടികളുടെ ആവശ്യം എന്താണ് അല്ലേ? കുട്ടികളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവിടെ എനിക്കൊരു പറയാനുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന്റെ സമയത്ത്, എക്സാമിന്റെ സമയത്ത്, പ്രിലിംസിന്റെ സമയത്ത് നമ്മൾ 50 ടോപ്പിക്കുകൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞു 50 ടോപ്പിക്കുള്ള നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് 2 പ്രിലിംസ് നടന്നപ്പോഴും 32+, ഫസ്റ്റിലാണെങ്കിൽ 35+, സെക്കൻഡിലാണെങ്കിൽ 32+ ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കിൽ നിന്നാണ് മാത്രം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ചിലപ്പോൾ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ നോട്ട്സ് നന്നായിട്ട് ഹെൽപ്പ് ആയി കാണും. അപ്പോൾ ആ നോട്ട്സ് അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, അതിന്റെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ടെലഗ്രാം ചാനൽ നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പഴയ നോട്ടും പുതിയ നോട്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നോട്ട് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഏറ്റവും മികച്ചത് എപ്പോഴും നമ്മൾ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒന്നാമതായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് എല്ലാ എക്സാംസും പ്രൊമോട്ട് ചെയ്യാറില്ല. അത് നമ്മുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരിക്കലും ബിവറേജ് എഴുതി മഹത്തരമായ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു നമ്മളങ്ങനെ അത് പ്രൊമോട്ട് ചെയ്തില്ല. നമ്മളെപ്പോഴും പറയും ബിവറേജ് എൽഡിയുടെ പ്ലസും മൈനസും പറഞ്ഞ് അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ ഒരു ടെക് പ്ലാറ്റ്ഫോം നമ്മളായിരിക്കും. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെയല്ല. മക്കളെ, ഇത്രയും പറയുന്നതിൽ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ്, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഏത് പഠിക്കണം? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിച്ചോ. എന്താണെന്ന് വെച്ചാൽ 4000+ നിയമനങ്ങളാണ് അതിനകത്ത് നടക്കാൻ പോകുന്നത്. അതായത് 4 ലക്ഷം പേരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് 4000 പേർക്ക് ജോലി കിട്ടും. അപ്ലൈ ചെയ്യുന്ന 100 ഒരാൾക്ക് ജോലി. ഇത് മറ്റൊരു എക്സാമിനും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതായത് SSC CGL ആകുമ്പോൾ അപ്ലൈ ചെയ്യുന്ന 10,000 ഒരാൾക്ക് ജോലി, CHSL അപ്ലൈ ചെയ്യുന്ന അതേ തലത്തിലുള്ള ജോലി, പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുന്ന 100 ഒരാൾക്ക് ജോലിയാണ്. അതായത് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്തോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ജയിലർ ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, നാഷണൽ സേവിങ്സ് ആയിക്കോട്ടെ, കാറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി എടുത്താലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പകുതി പോലും ആവത്തില്ല. അതാ പ്രത്യേകം. എല്ലാം കൂടെ ചേർത്താലും 2000 ആവത്തില്ല. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000 അഡ്വൈസ് പോകുമ്പോൾ ഇവിടെ ബാക്കി എല്ലാം കൂടെ ചേർത്താലും 2000 നിയമനങ്ങൾ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ജോലി ഉറപ്പ് തരുന്ന അതേപോലെ ഒരു എക്സാമിന് വേണ്ടി ഇതിന്റെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും. എന്നിട്ടൊരു 7-8 മാസം ഇതിന്റെ പുറകെ മാറ്റി വെച്ചു. നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചാണ്. പ്രിലിംസ് കം മെയിൻസ് ബാച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ സപ്പോർട്ട് വരെ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ എക്സാമിനാണ് നമ്മുടെ ബാച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? മെയിനായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 നോട്ടിഫിക്കേഷനുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരിക. ഈ 2 നോട്ടിഫിക്കേഷൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ആ ഒരു എക്സാമിന്റെ മുഴുവൻ ഫീച്ചേഴ്സും ഈ ഒരു കോഴ്സ് കാണും. സബ് ഇൻസ്പെക്ടർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. എക്സൈസ് ഇൻസ്പെക്ടർ, SBCID, ഇത്രയും കോഴ്സുകൾ എവിടെ ഉണ്ടാവും. ഈ ഒരു ബാച്ചിനകത്തുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ പ്രിലിംസിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഈ
ഈ ഒരു ബാച്ചിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒക്ടോബർ 15 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നവംബർ 15, ഡിസംബർ 15, ജനുവരി 15 ഈ സമയത്തിനകത്ത് നമുക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അതിനുശേഷം മക്കളെ കുറേ ടോപ്പിക്ക് പഠിച്ചാലും ഒരു കാര്യവും നിങ്ങൾക്ക് അവിടെ എക്സാം സെന്ററിൽ പോയി അവിടെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതായത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിലൂടെ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സ് ആണ് ഏതാണ്ട് 60+ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് മൊത്തം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക ബാക്കി എവിടെ നിങ്ങൾക്ക് കിട്ടും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, ലൈവ് ആയിട്ടുള്ള മെന്റർഷിപ്പ്, ലൈവ് ആയിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ്, നിങ്ങളെ കൂടെ നിർത്താനായിട്ട് ടെലിഗ്രാം ചാനലിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ആ സമയത്തുള്ള റെസ്പോൺസ് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ബാച്ചിനകത്ത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. സോ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഈ ഒരു ചാൻസ് ഇനി വരത്തില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവലിലെ ലോങ് ടൈമിലേക്കുള്ള പ്രിലിംസ് കം മെയിൻസിന്റെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ നോട്ടിനെ പറ്റിയിട്ടോ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് കണ്ട് മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ലിങ്കുകളും അതേപോലെ തന്നെ നമ്മുടെ നോട്ടും കൃത്യമായിട്ട് അയച്ചു തന്ന് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അത് അത് നമ്മുടെ ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൈര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സാധനങ്ങൾ കണ്ട് കൃത്യമായി മനസ്സിലാക്കി മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം എന്ത് ചെയ്തേക്കാം, ഫില്ല് ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് കൃത്യമായി. നമ്മൾ കഴിഞ്ഞ ഫിനിക്സ് ബാച്ച് അതായത് ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ 5 ദിവസം കൊണ്ടാണ് ബാച്ച് ക്ലോസ് ചെയ്തത്. ഒരു 5 ദിവസം കൊണ്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം. അപ്പോൾ അവസരം കളയണ്ട, നന്നായിട്ട് വർക്ക് ചെയ്തോ. നിങ്ങളുടെ കൂടെ ഞങ്ങൾ